ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സീഡ് ബീഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ബോൾ ടൈപ്പ് ബ്രേസ്ലെറ്റ് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതേപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക കൂടെ ചെയ്യണം കേട്ടോ. ഈ ഒരു ബ്രേസ്ലെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ സീഡ് ബീഡ്സ് വേണം, പിന്നെ കുറച്ച് വലുപ്പമുള്ള ഒരു ബീഡ്സ് വേണം, ത്രെഡ് വേണം, നീഡിൽ വേണം. ഇത് ചെയ്യാനായിട്ട് ആദ്യം ഇതുപോലെ ഒരു ബീഡ്സ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ത്രെഡ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലൊരു കെട്ടിട്ട് കൊടുക്കുക. അടിയിൽ ഒരു കെട്ടിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാട്ടോ ഈ ബീഡ്സ് ഇട്ടിട്ട് ഇതുപോലെ ചെയ്തത്. ഇതുപോലെ കുറച്ച് വലുപ്പമുള്ള ബീഡ്സ് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഗോൾഡൻ കളർ ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. അത് ഏത് കളറിലുള്ള ബീഡ്സ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി ഇതുപോലെ 5 സീഡ് ബീഡ്സ് സൂചിയിൽ കോർത്തതിന് ശേഷം ആ സൂചി ഗോൾഡൻ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന ഇതുപോലെ ആക്കിയിട്ട് അവിടെ ഒരു ചെറിയ കെട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ബീഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതിരിക്കാൻ നമ്മൾ സാധാരണ ഒരു നൂലിൻ്റെ ഉള്ളിൽ കൂടി എടുത്തിട്ടൊരു കെട്ടിട്ട് കൊടുക്കില്ലേ, എന്ന മാതിരി ഒരു കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. ഇതേപോലെ ആ ഗോൾഡൻ ബീഡ്സിൻ്റെ ചുറ്റിലും ചെയ്തു വരിക കേട്ടോ. 5 ബീഡ്സ് നൂലിൽ കോർത്തിട്ട് ആ നൂല് ഗോൾഡൻ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ എടുത്ത് പുറത്തേക്കിട്ട് അവിടെ ഒരു ചെറിയ കെട്ടിട്ട് കൊടുത്തിട്ട് അങ്ങനെ ചുറ്റിലും ചെയ്തു വരിക. ബീഡ്സ് നൂലിൽ കോർത്തതിന് ശേഷമാണ് ഗോൾഡൻ ബീഡ്സിൻ്റെ അടിയിലൂടെ നൂല് മുകളിലേക്ക് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ഞാനിപ്പോൾ പറയുമ്പോൾ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടാവും എന്നറിയില്ല. ഈ വീഡിയോയിൽ കാണുന്ന ഇതേപോലെയാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ ചുറ്റിലും ചെയ്തിട്ട് അതിനെ ഒരു ബോൾ പോലെ ആക്കിയെടുക്കുക കേട്ടോ. ആ ബീഡ്സിൻ്റെ ചുറ്റും ബീഡ്സ് നിങ്ങൾക്കിപ്പോൾ കാണുന്ന ഇഷ്ടമാണെങ്കിൽ കുറച്ച് കാണുന്ന പോലെ വെച്ചിട്ട് ചെയ്യുക. അതല്ലെങ്കിൽ ആ കാണാത്ത രീതിയിൽ ചുറ്റിലും ചെയ്തു വരികയും ചെയ്യുക കേട്ടോ. നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്ന ഗോൾഡൻ ബീഡ്സിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് ചുറ്റിലും ചെയ്തു വരുന്ന സീഡ് ബീഡ്സിൻ്റെ എണ്ണത്തിൽ കൂടുതലും കുറവൊക്കെ വരാം കേട്ടോ. ചിലപ്പോൾ ഞാൻ ഈ ബീഡ്സിൻ്റെ ചുറ്റും ചെയ്തതുപോലെ ആയിരിക്കില്ല നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആ ബീഡ്സിൻ്റെ ചുറ്റും ചിലപ്പോൾ ചെയ്യേണ്ടി വരിക. ചിലപ്പോൾ കൂടുതൽ എണ്ണം ഇതുപോലെ ചുറ്റിലും ചെയ്യേണ്ടി വരും, അതല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ചെണ്ണം മതിയാവും. ചെയ്തു വരുമ്പോൾ ഒന്നിൻ്റെ മേലെ കയറാത്ത വിധത്തിൽ ചെയ്തു പോവുക കേട്ടോ. അത് മാത്രമേ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. ബോളിൻ്റെ ചുറ്റും തന്നെ വരിക. ഒരു സീഡ് ബീഡ്സിൻ്റെ മേലെയായിട്ട് അടുത്ത സീഡ് ബീഡ്സ് വരാതെ നോക്കണം. കെട്ടുകുടുങ്ങാതെയൊക്കെ നോക്കിയിട്ട് നല്ലപോലെ ശ്രദ്ധിച്ച് ചെയ്തു വന്നാൽ മതി കേട്ടോ. ചെയ്തതിന് ശേഷം ഇനി ഒരു സിംഗിൾ സീഡ് ബീഡ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ അടുത്തായിട്ട് ഒരു ഗോൾഡൻ ബീഡ്സ് ഇട്ട് കൊടുക്കുക, പിന്നെ ഒരു സീഡ് ബീഡ്സ് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം അടുത്ത ഗോൾഡൻ ബീഡ്സിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ ഇതേപോലെ ബോൾ പോലെ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഒരു ഗോൾഡൻ ബീഡ്സ് അതുപോലെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ രണ്ടറ്റത്തുമായിട്ട് ഏതെങ്കിലും ഒരു കളറിൽ വരുന്ന ഒരു സീഡ് ബീഡ്സ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓരോ ബോളുകളും ഇതുപോലെ പല കളറിലുള്ള സീഡ് ബീഡ്സ് ഉപയോഗിച്ചിട്ട് ചെയ്തു വരാം. അതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരേ കളറിലുള്ള സീഡ് ബീഡ്സ് വെച്ചിട്ടും ചെയ്യാൻ പറ്റും കേട്ടോ. ഞാനിപ്പം പല കളറിലുള്ള സീഡ് ബീഡ്സ് ഉപയോഗിച്ചിട്ടാണ് ബോളുകൾ ചെയ്തെടുത്തിട്ടുള്ളത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതേപോലത്തെ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി നോക്കുകയും വേണം, ചാനലിൽ ലൈക്ക് ചെയ്യുകയും കൂടെ വേണം കേട്ടോ. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേസ്ലെറ്റ് ആട്ടോ. ഒരുപാട് സമയമൊന്നും മെനക്കെടേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. പിന്നെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കയ്യിലിട്ടിട്ട് കാണാനും നല്ല അടിപൊളിയാട്ടോ. ചെയ്തതിന് ശേഷം ഒന്ന് വെച്ച് നോക്കിയിട്ട് ഇനി എത്ര എണ്ണം ചെയ്യണം എന്നുള്ളത് ഒരു ഏകദേശ കണക്കൊക്കെ എടുത്തിട്ട് അങ്ങനെ ചെയ്തു വന്നാൽ മതി കേട്ടോ. ഓരോരുത്തരുടെ കൈയുടെ അളവിന് വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കൈയുടെ അത് ഏകദേശം കണക്കാക്കി ചെയ്തു വരുന്നതായിരിക്കും നല്ലത്. എടുക്കുന്ന സമയത്ത് നമ്മൾ കൈവെള്ളയ്ക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് ത്രെഡ് എടുക്കുക കേട്ടോ. അപ്പം അളവ് അറിയില്ല എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു കണക്കിൽ ത്രെഡ് എടുത്തിട്ട് ഇനിയിപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ ഇടയിൽ ത്രെഡ് തീർന്നു പോയാൽ തന്നെ ഇതുപോലെ ബീഡ്സ് ചെയ്തു വരുന്നതിൻ്റെ എവിടെയെങ്കിലും ആ നൂലൊരു കെട്ടിട്ടതിന് ശേഷം അടുത്ത നൂല് തുടങ്ങാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഇതായി കാണുന്ന പോലെ, ഇതിൽ കാണിക്കുന്ന പോലെ ഇതുപോലെ ഒരു കെട്ടിട്ടിട്ട് സൂചിയിൽ നൂല് കോർത്തതിന് ശേഷം അവിടുന്ന് അടുത്തത് തുടങ്ങാൻ പറ്റും കേട്ടോ. ഇതിൽ ഹുക്ക് കൂടെ കൊടുക്കണം കേട്ടോ. ഞാനിപ്പം
ഒരു വശത്ത് മറ്റേ റിംഗ് ടൈപ്പിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു റിംഗ് ടൈപ്പിലുള്ളതുണ്ടല്ലോ അതും എടുത്തു. മറ്റേ വശത്ത് ഹുക്കാണ് കൊടുത്തിട്ടുള്ളത്. ബ്രേസ്ലെറ്റ് ടൈപ്പ് ഹുക്ക് മേടിക്കാൻ കിട്ടുമല്ലോ, ആ ടൈപ്പ് ഹുക്കാണ് കേട്ടോ കൊടുക്കുന്നത്. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലൊരു ബ്രേസ്ലെറ്റ് ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറന്നു പോകരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ.